ഏറ്റവും സുരക്ഷിതമെന്ന് നാം കരുതുന്നത് നമ്മുടെ സ്വന്തം വീടും കുടുംബവുമാണ്. എന്നാൽ സ്വന്തം ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ തന്നെ നമ്മുടെ അന്തകനായി മാറിയാലോ? കാനഡയിലെ ടൊറൻറ്റോ നഗരത്തിലെ മനോഹരമായ ഒരു വീട്. അവിടെ സാധാരണ ഒരു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ചോരയിൽ കുളിച്ചു കിടന്നത് 4 മൃതദേഹങ്ങളാണ്. അച്ഛൻ, അമ്മ, മുത്തശ്ശി, പിന്നെ 21-കാരിയായ ഒരു സഹോദരി. ഈ കൊലപാതകങ്ങൾ ചെയ്തത് ഒരു കൊടും കുറ്റവാളിയല്ല, മറിച്ച് ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന, എല്ലാവരും ഹൃദയതുല്യം സ്നേഹിച്ചിരുന്ന അവരുടെ സ്വന്തം മകനായിരുന്നു. ഇതിൽ ഏറ്റവും ഭയാനകരമായ ഒരു കാര്യം, അവൻ തന്നെ കുടുംബത്തെ ഓരോരുത്തരായി വെട്ടുവീഴ്ത്തുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവർ ആ കൊലപാതക പരമ്പര കാണുന്നുണ്ടായിരുന്നു. നമസ്കാരം, ഞാൻ അനീഷ് റോബിൻസൺ. ഇന്ന് ടെല്ലിംഗ് ഹിസ്റ്ററിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഈ കേസ് തികച്ചും വ്യത്യസ്തവും അങ്ങേയറ്റം ഭയാനകരവുമാണ്. വെർച്വൽ ലോകത്തെ ഒരു കള്ളം എങ്ങനെയാണ് ഒരു യഥാർത്ഥ കൂട്ടക്കൊലയിൽ കലാശിച്ചതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള മൊണോറ സമാസ് എന്ന വ്യക്തിയിലൂടെയാണ്. ഇന്ത്യക്കാരിയായ മുംതാസിനെ വിവാഹം കഴിച്ച അദ്ദേഹം മികച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് കാനഡയിലെ ടൊറൻറ്റോയിലേക്ക് കുടിയേറി. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് 2 മക്കൾ ജനിച്ചു. മൂത്ത മകൻ മെൻഹാസും ഇളയ മകൾ മെലീസയും. മുംതാസ് വളരെ സ്നേഹവതിയായ ഒരമ്മയായിരുന്നു. മുംതാസിനെ അവരുടെ അയൽക്കാർക്കും അവിടുത്തെ ബംഗാളി സമൂഹത്തിനും വലിയ കാര്യമായിരുന്നു. വളരെ സ്നേഹമുള്ള, എല്ലാവരോടും നന്നായി പെരുമാറുന്ന, എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രകൃതമായിരുന്നു അവരുടേത്. ഇന്ത്യയിൽ നിന്നും പഠിച്ചെടുത്ത രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവൾ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഭർത്താവ് മൊണോറോസ് ആകട്ടെ ഭാര്യയെ അപേക്ഷിച്ച് കുറച്ച് ഇൻട്രോവേർട്ടായ പ്രകൃതക്കാരനായിരുന്നു. എങ്കിലും തികഞ്ഞ ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്ന അദ്ദേഹം തൻ്റെ കുടുംബത്തെ ജീവന് തുല്യം സ്നേഹിച്ചു. ടൊറൻറ്റോ നഗരത്തിലെ ഒരു ടാക്സി കമ്പനിയിൽ ഡ്രൈവറായിരുന്ന അദ്ദേഹം വളരെ കഠിനാധ്വാനിയായിരുന്നു. ജോലിയിലെ ആത്മാർത്ഥ കാരണം പലതവണ എംപ്ലോയി ഓഫ് മന്ത് പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കാനഡയിലേക്ക് കുടിയേറിയ ഈ ദമ്പതികളുടെ ഒരേ ഒരു ലക്ഷ്യം തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ചൊരു ജീവിതം നൽകുക എന്നത് മാത്രമായിരുന്നു. തങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടാതെ പോയ എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് നൽകണമെന്ന് അവർ ആഗ്രഹിച്ചു. അവരുടെ കഠിനാധ്വാനം കാരണം കുടുംബം സാമ്പത്തികമായി വളർന്നു. സ്കാർബറോയിൽ ചെറിയൊരു വീടും പിന്നീട് വാടകയ്ക്ക് നൽകാനായി മറ്റ് 2 വീടുകളും അവർ സ്വന്തമാക്കി. അങ്ങനെ വീടുകൾ വാടകയ്ക്ക് കൊടുത്തും അവർ കൂടുതൽ സമ്പാദിക്കാൻ തുടങ്ങി. കുടുംബം വലുതായപ്പോൾ മക്കളെ നോക്കാനായി മുംതാസിൻ്റെ അമ്മ ഫിറോസ ബീഗവും ഇന്ത്യയിൽ നിന്നും കാനഡയിലെത്തി. ഇതോടെ മുംതാസിന് ജോലിയും കുടുംബകാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു. 2006-ൽ അവൾ മർഖാമിൽ 4 ബെഡ്റൂമുള്ള വലിയൊരു വീട് വാങ്ങി അവിടേക്ക് മാറി. കുടിയേറ്റക്കാരായ ഏതൊരു മാതാപിതാക്കളെയും പോലെ തങ്ങളുടെ മക്കൾ ഉയർന്ന നിലയിലെത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ ആ സ്വപ്നങ്ങളാണ് പിന്നീട് ഒരു ദുരന്തമായി മാറിയത്. മക്കൾ വലിയ നിലയിലെത്തണം, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്ന് മൊണോറോസും മുംതാസും ആഗ്രഹിച്ചു. മകൾ മെലീസ ഒരു ന്യൂറോ സർജൻ ആകണമെന്നും മകൻ മെൻഹാസ് ഒരു എഞ്ചിനീയർ ആകണമെന്നും അവർ സ്വപ്നം കണ്ടു. എന്നാൽ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല. മകൾ മെലീസ വളരെ ബോൾഡായിരുന്നു. വീട്ടുകാരുടെ കർശന നിയന്ത്രണങ്ങളെ അവൾ എപ്പോഴും ചോദ്യം ചെയ്തു. രാത്രി രഹസ്യമായി പുറത്തു പോവുകയും മദ്യപിക്കുകയും ചെയ്തിരുന്ന അവളോട് അച്ഛൻ മൊണോറോസ് വളരെ കർശനമായിട്ടാണ് പെരുമാറിയത്. ചിലപ്പോൾ രാത്രികളിൽ അദ്ദേഹം അവളെ വീടിന് പുറത്താക്കി വാതിലടച്ചിരുന്നു. എന്നാൽ സ്നേഹവതിയായ അമ്മ മുംതാസ് മകൾക്ക് വേണ്ടി രഹസ്യമായി വീടിൻ്റെ പിൻവാതിൽ തുറന്നിടുമായിരുന്നു. അച്ഛനും മകളും തമ്മിലുള്ള വഴക്ക് കേട്ട് ചിലപ്പോൾ അയൽക്കാർ പോലീസിനെ വരെ വിളിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാൽ മൂത്ത മകൻ മെൻഹാസ് തികച്ചും വ്യത്യസ്തമായിരുന്നു. വളരെ ശാന്തനും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായ അവൻ അമ്മയുടെ പ്രിയപ്പെട്ടവനായിരുന്നു. അമ്മ അവനെ ഒരുപാട് ലാളിച്ചു. ഭക്ഷണമുണ്ടാക്കി കൊടുക്കാനും അവനെ സ്കൂളിൽ കൊണ്ടാക്കാനും അമ്മ എപ്പോഴും ശ്രദ്ധിച്ചു. കുടുംബത്തിലെ ആദ്യ കുട്ടി എന്ന നിലയിൽ വീട്ടുകാരുടെ വലിയ പ്രതീക്ഷയായിരുന്നു അവൻ. ഈ വലിയ പ്രതീക്ഷകൾ അവന് കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. അന്തർമുഖനായ അവന് പള്ളിയും സ്വന്തം മുറിയുമല്ലാതെ മറ്റൊരു ലോകമുണ്ടായിരുന്നില്ല. ഈ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പുറത്തെ ചുറ്റുമുള്ള സാമൂഹിക ജീവിതത്തിൽ നിന്നും രക്ഷ നേടാൻ അവൻ കണ്ടെത്തിയ ഒരിടമായിരുന്നു പെർഫെക്റ്റ് വേൾഡ് എന്ന ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിം. യഥാർത്ഥ ലോകത്ത് വളരെ നാണം കുടുങ്ങിയായ മെൻഹാസ്
ആ ഗെയിമിലെ വിർച്വൽ ലോകത്ത് വളരെ ആക്റ്റീവായി മാറി. ഡിസ്കോർഡ് എന്ന ആപ്പ് വഴി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരുമായി അവൻ സംസാരിച്ചു തുടങ്ങി. യഥാർത്ഥ ജീവിതത്തിലെ കർശന നിയന്ത്രണങ്ങളില്ലാത്ത അവന് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരിടമായി ആ വിർച്വൽ ലോകം മാറി. അവൻ അതിന് പൂർണ്ണമായും അടിമയായി. അങ്ങനെയിരിക്കെ തൻ്റെ ഹൈസ്കൂൾ പഠനകാലത്ത് അവൻ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ അവൻ വീട്ടിൽ വലിയൊരു സന്തോഷ വാർത്ത പറഞ്ഞു. തനിക്ക് പ്രശസ്തമായ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു എന്നായിരുന്നു അത്. അത് കേട്ടതോടെ വീട്ടുകാർക്ക് അവനോടുള്ള പ്രതീക്ഷ വാനോളം ഉയർന്നു. അവൻ ആ കുടുംബത്തിൻ്റെ ഗോൾഡൻ ചൈൽഡായി മാറി. യഥാർത്ഥത്തിൽ ഇതൊരു കള്ളമായിരുന്നു. ഈ വലിയ കള്ളം അവനെ കൂടുതൽ ഭയപ്പെടുത്തുകയും അതിൽ നിന്നുള്ള സമ്മർദ്ദം താങ്ങാനാകാതെ അവൻ പൂർണ്ണമായും ആ ഓൺലൈൻ ഗെയിമുകളിലേക്ക് ഒളിക്കുകയും ചെയ്തു. മെൻഹാസ് തൻ്റെ വിർച്വൽ ലോകത്തിലേക്ക് കൂടുതൽ ചുരുങ്ങിയപ്പോൾ ഇളയ സഹോദരി മെലിസ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. ഒരിക്കൽ ഒരു കടയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചതിന് അവൾ അറസ്റ്റിലാവുക പോലും ഉണ്ടായി. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാമെന്ന വ്യവസ്ഥയിൽ ഭാഗ്യത്തിന് ആ കേസ് ഒഴിവാക്കി കിട്ടി. ഒടുവിൽ വീട്ടിലെ കർശന നിയന്ത്രണങ്ങൾ മടുത്ത് അവൾ കാമുകനോടൊപ്പം താമസിക്കാനായി വീട് വിട്ടിറങ്ങി. മെലീസ പോയെങ്കിലും അവൾ ആ വീട്ടിൽ ബാക്കി വെച്ചു പോയ സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒരു അന്തരീക്ഷം അവിടെ തന്നെ നിന്നു. മെലീസ തങ്ങളുടെ കൈവിട്ടു പോയതോടെ മാതാപിതാക്കളുടെ മുഴുവൻ പ്രതീക്ഷയും മെൻഹാസിലായി. ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു രക്ഷകൻ അവനാണെന്ന് അവർ വിശ്വസിച്ചു. തങ്ങളുടെ മകൻ വലിയൊരു എഞ്ചിനീയർ ആകാൻ പോവുകയാണെന്നും അവൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അവർ അഭിമാനത്തോടെ സമൂഹത്തിൽ പറഞ്ഞു നടന്നു. എന്നാൽ മെൻഹാസ് വലിയൊരു രഹസ്യം അവരിൽ നിന്ന് ഒളിപ്പിച്ചിരുന്നു. അവൻ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയിരുന്നില്ല. വാസ്തവത്തിൽ അവന് അവിടെ അഡ്മിഷൻ പോലും ഉണ്ടായിരുന്നില്ല. പകരം അത്രയൊന്നും പേരെടുക്കാത്ത സെനക്ക കമ്മ്യൂണിറ്റി കോളേജിലായിരുന്നു അവൻ പഠിച്ചിരുന്നത്. അവിടെയാകട്ടെ അവന് എല്ലാ വിഷയങ്ങൾക്കും വളരെ മോശം മാർക്കായിരുന്നു. അവൻ്റെ പുറമേയുള്ള ജീവിതവും ഒട്ടും ശരിയായ ദിശയിലായിരുന്നില്ല. മുഴുവൻ സമയവും അവൻ വീഡിയോ ഗെയിമുകളിൽ മുഴുകി. കൂടാതെ തികഞ്ഞ മതവിശ്വാസിയായ മാതാപിതാക്കളെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു. മെൻഹാസ് രഹസ്യമായി ഒരു നാസ്തികനായി, അതായത് എയ്ത്തിസ്റ്റായി മാറുന്നു. മതവിശ്വാസത്തോട് പോലും താല്പര്യമില്ലാത്തവനായി അവൻ മാറി. തനിക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലെന്നും മാതാപിതാക്കൾ തൻ്റെ ജീവിതം പൂർണ്ണമായും നിയന്ത്രിക്കുകയാണെന്നും അവൻ ഡിസ്കോർഡിലെ സുഹൃത്തുക്കളോട് എപ്പോഴും പരാതിപ്പെട്ടു. അവന് ഓൺലൈനിൽ ഒരു കാമുകിയുണ്ടായിരുന്നു. എന്നാൽ മാതാപിതാക്കൾ അതിനെ ശക്തമായി എതിർത്തു. ഇത്തരത്തിലുള്ള ഓൺലൈൻ ബന്ധങ്ങൾ ജീവിതത്തിൽ നല്ലതല്ലെന്നും അതൊന്നും ശാശ്വതമല്ലെന്നും മാതാപിതാക്കൾ അവനെ ഉപദേശിച്ചു. ഇതെല്ലാം അവനിൽ വലിയ അമർഷമുണ്ടാക്കി. സ്വന്തം ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ഒരു ലോകമായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അതവൻ കണ്ടെത്തിയത് ആ പെർഫെക്റ്റ് വേൾഡ് എന്ന മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിമിലൂടെയും ഡിസ്കാർഡിലെ ഓൺലൈൻ സുഹൃത്തുക്കളിലൂടെയുമാണ്. തുടക്കത്തിൽ പഠനത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ഗെയിമിനോടുള്ള ഭ്രമം കൂടിയതോടെ അവൻ ക്ലാസുകൾ കട്ട് ചെയ്യാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായി അവൻ പരീക്ഷകളിൽ തോൽക്കാൻ തുടങ്ങി. ഒടുവിൽ പഠനം പൂർണ്ണമായും ഉപേക്ഷിച്ച് അവൻ മുഴുവൻ സമയവും അവൻ്റെ ഗെയിമിംഗ് ലോകത്തേക്ക് മാറി. ഇതൊന്നും ആ പാവം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. തങ്ങളുടെ മകൻ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണെന്ന് തന്നെ അവർ വിശ്വസിച്ചു. ഈ കള്ളം തുടരുമ്പോഴും ഭാവിയിൽ സത്യം പുറത്തു വരുമ്പോഴുള്ള പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ക്ലാസുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ എന്നും രാവിലെ ലാപ്ടോപ്പും ബാഗും എടുത്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കെന്ന് പറഞ്ഞു പോകും. പക്ഷേ ക്ലാസ്സിൽ കയറുന്നതിന് പകരം ഏതെങ്കിലും കഫേയിൽ പോയിരുന്ന് മണിക്കൂറുകളോളം ഗെയിം കളിക്കും. പിന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. നേരെ വീട്ടിൽ തിരിച്ചെത്തും. രാത്രി വൈകുവോളം തൻ്റെ മുറിയിലിരുന്ന് വീണ്ടും ഗെയിം കളിക്കും. ഇതായിരുന്നു അവൻ്റെ സ്ഥിരം ദിനചര്യ. എന്നാൽ കാലം കടന്നു പോകുന്തോറും അവൻ്റെ സംസാര രീതിയും മാറി വന്നു. അവൻ വളരെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതിനിടയിൽ താൻ ഈ ഗെയിമിംഗ് പൂർണ്ണമായും നിർത്താൻ പോവുകയാണെന്നും താൻ ഉടനെ തന്നെ ജയിലിൽ പോകുമെന്നുമൊക്കെ മെൻഹാസ് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഓൺലൈൻ സുഹൃത്തുക്കളോട് തമാശയായി പറയുമായിരുന്നു. സാധാരണഗതിയിൽ ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഭയപ്പെടും. എന്നാൽ മെൻഹാസ് എപ്പോഴും ഇത്തരം വിചിത്രവും അരോചകവുമായ കാര്യങ്ങൾ പറയുന്ന ഒരാളായതുകൊണ്ട് ആരും അത് കാര്യമാക്കിയില്ല. മതങ്ങളെക്കുറിച്ചും മറ്റ് സെൻസിറ്റീവായ വിഷയങ്ങളെക്കുറിച്ചും അവൻ മോശമായി സംസാരിച്ചിരുന്നു. അവൻ്റെ ഈ സ്വഭാവം അതിരുകടന്നപ്പോൾ ആ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ
ആ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അവനെ ഏതാനും ആഴ്ചത്തേക്ക് ബാൻ ചെയ്തു. അതുവരെ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഗെയിമിൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയ അവൻ ഗെയിമിൻ്റെ ലോകത്തു നിന്നും താൽക്കാലികമായി പുറത്തായതോടെ താൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളങ്ങളുടെ വ്യാപ്തി അവന് മനസ്സിലാകാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വർഷം 2019. കഴിഞ്ഞ 4 വർഷമായി അവൻ വീട്ടുകാരെ വിഡ്ഢികളാക്കുകയായിരുന്നു. ആ വേനൽക്കാലത്ത് അവന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം ലഭിക്കേണ്ടതാണ്. സത്യം വീട്ടുകാർ തിരിച്ചറിയാതിരിക്കാൻ അവൻ വീണ്ടും ഒരു വലിയ കള്ളം കൂടി പറഞ്ഞു. ജൂലൈ 28-നാണ് തൻ്റെ ഗ്രാജുവേഷൻ ദിവസം എന്ന്. ആ ദിവസം അടുത്തു വരുംതോറും അവനിൽ ഭയം നിറഞ്ഞു. സത്യം വീട്ടുകാർ അറിഞ്ഞാൽ എന്താകുമെന്ന ചിന്ത അവനെ ഒരു മൃഗമാക്കാൻ തുടങ്ങി. അവൻ വീണ്ടും ഗെയിമുകളിൽ സജീവമായി. താൻ മനുഷ്യത്വമില്ലാത്തവനാണെന്നും ജീവിക്കാൻ അർഹതയില്ലാത്തവനാണെന്നും താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ ഡിസ്കോർഡ് എന്ന ആപ്പിലൂടെ അവൻ തൻ്റെ ഓൺലൈൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. എന്നാൽ അപ്പോഴും അവൻ്റെ സ്ഥിരം തമാശയാണെന്നേ കൂട്ടുകാർ കരുതിയിരുന്നുള്ളൂ. ഇതിനിടയിൽ വീട് വിട്ടുപോയ സഹോദരി മെലിസ വീട്ടിൽ തിരിച്ചെത്തുകയും മാതാപിതാക്കളുമായി രമ്യതയിലാകുകയും ചെയ്തു. മാത്രമല്ല അവൾ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ സയൻസ് പഠിക്കാൻ ചേരുകയും ചെയ്തു. പുറത്തുനിന്നും നോക്കുന്ന ഒരാൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. എന്നാൽ മിൻഹാസിൻ്റെ ഉള്ളിൽ തീയായിരുന്നു. വീട്ടിലെ ഗോൾഡൻ ചൈൽഡ് എന്ന തൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അവൻ ഉറപ്പായി. ഒടുവിൽ ആ കുടുംബത്തിലെ ഒരംഗം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ആ വലിയ ക്രൂരതയ്ക്ക് അവൻ തയ്യാറെടുത്തു. ജൂലൈ 27 ശനിയാഴ്ച, മിൻഹാസ് പറഞ്ഞ ഗ്രാജുവേഷൻ ദിവസത്തിൻ്റെ കൃത്യം തലേ ദിവസം രാവിലെ പതിവ് പോലെ എല്ലാവരും ജോലിക്കായിപ്പോയി. അച്ഛൻ ടാക്സി ഓടിക്കാനും അമ്മ അവളുടെ പ്രോപ്പർട്ടി നോക്കാനും മെലിസ അവളുടെ പാർട്ട് ടൈം ജോലിക്കും പോയി. ഉച്ച കഴിഞ്ഞ് അമ്മയും മുത്തശ്ശിയും വീട്ടിൽ തിരിച്ചെത്തി. കൃത്യം 3 മണിയായപ്പോൾ അവരുടെ പതിവ് ദിനചര്യ പോലെ അവർ രണ്ടുപേരും മുകളിലത്തെ നിലയിൽ ഉറങ്ങാനായിപ്പോയി. അവരുടെ ഓരോ ചലനങ്ങളും കൃത്യമായി അറിയാമായിരുന്ന മിൻഹാസ് തൻ്റെ പ്ലാൻ തുടങ്ങാൻ തീരുമാനിച്ചു. വളരെ നിശബ്ദനായി ഒരു ഇരുമ്പ് കമ്പിയുമായി അവൻ അമ്മയുടെ മുറിയിലേക്ക് കയറി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയുടെ തലയിൽ അവൻ ആഞ്ഞടിച്ചു. തൻ്റെ മകൻ തന്നോട് ഇത്തരമൊരു ക്രൂരത ചെയ്യുമെന്ന് ആ അമ്മ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ ബോധരഹിതയായെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അവൻ സ്വന്തം അമ്മയുടെ കഴുത്തറുത്തു. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ നേരെ താഴെ വന്ന് തൻ്റെ കമ്പ്യൂട്ടർ ഓണാക്കി ഡിസ്കോർഡ് ആപ്പ് തുറന്ന് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയുടെയും ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിൻ്റെയും ചിത്രം അവൻ ആ ഗെയിമിംഗ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അവൻ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് നടന്നു. ഇത്തവണ മുത്തശ്ശിയുടെ മുറിയിലേക്കാണ് അവൻ കയറിയത്. അമ്മയോട് ചെയ്ത അതേ ക്രൂരത അവൻ ആ മുത്തശ്ശിയോടും ആവർത്തിച്ചു. വീണ്ടും താഴെ അവൻ്റെ റൂമിൽ വന്ന് അവൻ ആ ചിത്രങ്ങളും ഗ്രൂപ്പിൽ പങ്കുവച്ചു. തുടക്കത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന മിൻഹാസിൻ്റെ ഓൺലൈൻ കൂട്ടുകാർ ഇതൊരു വ്യാജ ചിത്രമാണെന്നാണ് കരുതിയത്. എന്നാൽ ആ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അറിയാമായിരുന്നു അത് യഥാർത്ഥമാണെന്ന്. തുടർന്ന് മിൻഹാസ് അയച്ച ഒരു മെസ്സേജ് കണ്ട് അവർ ശരിക്കും നടുങ്ങിപ്പോയി. ഞാനിപ്പോൾ എൻ്റെ അമ്മയെയും മുത്തശ്ശിയെയും കൊന്നിരിക്കുന്നു. ഇനി 5 മിനിറ്റിനുള്ളിൽ എൻ്റെ സഹോദരി വരും. 1 മണിക്കൂറിനുള്ളിൽ വാപ്പയും എത്തും. അവർക്കായി ഞാൻ കാത്തിരിക്കുന്നു എന്നായിരുന്നു അത്. അപ്പോഴാണ് ഇതൊരു ലൈവ് കൊലപാതക പരമ്പരയാണെന്ന് ആ ഡിസ്കോർഡിലെ ഓൺലൈനിലുണ്ടായിരുന്നവർ മനസ്സിലാക്കിയത്. തങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന ഈ ക്രൂരത തടയാൻ അവർക്ക് യാതൊരു വഴിയുമില്ലായിരുന്നു. കാരണം അവൻ ആരാണെന്നോ അവൻ്റെ പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന പേര് യഥാർത്ഥമാണോ എന്നോ അവൻ ഏത് രാജ്യത്താണുള്ളത് എന്നതുപോലും അവർക്കാർക്കും അറിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും അവൻ ചെയ്യാൻ പോകുന്ന കൊലപാതകം തടയാനായി മിൻഹാസുമായി ഏറ്റവും അടുപ്പമുള്ളതും അവനുമായി ചാറ്റ് ചെയ്യാറുമുള്ള ജൂനിയർ എന്ന പ്രൊഫൈൽ പേരുള്ള മറ്റൊരു സുഹൃത്തിനെ ആ ഗ്രൂപ്പിലേക്ക് അടിയന്തരമായി ബന്ധപ്പെട്ടു. ഡിസ്കോർഡിലെ ആ ചിത്രങ്ങൾ കണ്ട ഓൺലൈൻ സുഹൃത്തായ ജൂനിയർ ഞെട്ടലോടെ മിൻഹാസിനോട് ചാറ്റിൽ ചോദിച്ചു, ഇത് സത്യമാണോ? യാതൊരു കൂസലുമില്ലാതെ അവൻ മറുപടി നൽകി, അതെ സത്യമാണ്. അടുത്ത മണിക്കൂറുകളിൽ ഞാൻ എൻ്റെ വാപ്പയെയും സഹോദരിയെയും കൊല്ലും. ആ സുഹൃത്തുക്കൾക്ക് സ്ക്രീനിലൂടെ ഇതൊക്കെ നോക്കിക്കാണാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. കുറച്ച് നിമിഷങ്ങൾക്കകം സഹോദരി മെലിസ വീട്ടിലെത്തി. എങ്ങും ഒരു അസാധാരണമായ നിശബ്ദത. എന്താണെന്ന് നോക്കാൻ അവൾ അകത്തേക്ക് നടന്നതും മിൻഹാസ് അവളെയും ആക്രമിച്ചു. 10 മിനിറ്റോളം അവൾ സ്വന്തം ജീവനു വേണ്ടി അവനോട് പൊരുതി.
കരഞ്ഞു നിലവിളിച്ചു. എന്നാൽ അമ്മയെ കൊലപ്പെടുത്തിയ അതേ ഇരുമ്പ് വടി കൊണ്ട് അവൻ സ്വന്തം സഹോദരിയുടെയും ജീവനെടുത്തു. ഇത്തവണ അവൻ ചിത്രങ്ങൾ നേരിട്ട് ഗ്രൂപ്പിലിടാതെ ജോൺ എന്ന ഓൺലൈൻ സുഹൃത്തിന് പേഴ്സണൽ മെസ്സേജായി അയച്ചു കൊടുത്തു. അതിനൊപ്പം ചോര പുരണ്ട കത്തിയുമായി നിൽക്കുന്ന ഒരു സെൽഫിയും ഉണ്ടായിരുന്നു. തുടർന്ന് അവൻ അതിൽ ഇങ്ങനെ ഒരു മെസ്സേജും അയച്ചിരുന്നു: ഞാൻ ബിരുദം നേടിയെന്ന് വീട്ടുകാർ വിശ്വസിച്ചിരിക്കുകയാണ്. നാളെയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞിരുന്ന ഗ്രാജുവേഷൻ ദിവസം. ഇനി എനിക്ക് ഈ കള്ളം മറച്ചു വയ്ക്കാൻ കഴിയില്ല. എന്നെപ്പോലെ ഒരു മകനുണ്ടെന്നോർത്ത് അവർ അപമാനിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ഭീരുവാണ്. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ ജോൺ ഈ ചിത്രങ്ങളെല്ലാം ഗ്രൂപ്പിലെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തു. മെൻഹാസിനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവായി ആ ഗെയിമർമാർ ഈ ചിത്രങ്ങളെല്ലാം ഉടനെ തന്നെ സേവ് ചെയ്തു വച്ചു. എന്നാൽ യാതൊരു കുറ്റബോധവുമില്ലാതെ യാതൊന്നും സംഭവിക്കാത്തതുപോലെ മെൻഹാസ് വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. ഇത്തവണ അവൻ്റെ ഓൺലൈൻ സുഹൃത്തുക്കളാരും അവനോടൊപ്പം ഗെയിം കളിച്ചില്ല. അർദ്ധരാത്രി അവൻ്റെ വാപ്പ വരുന്നതുവരെ അവൻ കാത്തിരുന്നു. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന മൊണോറാസ് ഗാരേജിൽ വണ്ടി നിർത്തി ഇറങ്ങിയതും ഇരുട്ടിൽ മറങ്ങിരുന്ന മകൻ അദ്ദേഹത്തെ തലക്കടിച്ചു വീഴ്ത്തി. പിന്നീട് മറ്റു 3 പേരെയും ചെയ്തതുപോലെ തന്നെ കത്തിയെടുത്ത് കഴുത്തറുത്ത് മരണം ഉറപ്പാക്കി. ഈ ചിത്രവും അവൻ ഡിസ്കോർഡിൽ പങ്കുവച്ചു. എന്നിട്ടവൻ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ എഴുതി: ഞാനൊരു എത്തിസ്റ്റാണ്. മരണാനന്തര ജീവിതത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ മരിക്കാൻ ഭയപ്പെടുന്നു. വെറുമൊരു പരാജയമാണ് സ്വന്തം മകൻ എന്നറിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വിഷമവും വേദനയും ഒഴിവാക്കാനാണ് ഞാൻ അവരെ കൊലപ്പെടുത്തിയത്. ഇതെൻ്റെ സ്വാർത്ഥതയാണ്. എന്നാൽ ഡിസ്കോർഡിലെ ആ സുഹൃത്തുക്കൾ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനായി അവനുമായി സംസാരിച്ച് അവനെ എൻഗേജ് ആക്കി നിർത്തി. ഇനി എന്താണ് തൻ്റെ അടുത്ത പരിപാടി എന്നവർ ചോദിച്ചപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കണം, കാമുകിയെ കാണണം, പിന്നെ മദ്യപിക്കണം എന്നായിരുന്നു മെൻഹാസിൻ്റെ മറുപടി. കമ്പ്യൂട്ടറുകളെക്കുറിച്ചും ഗെയിമിനെക്കുറിച്ചും അറിവുണ്ടായിരുന്നിട്ടും തൻ്റെ ലൊക്കേഷൻ മറച്ചു വയ്ക്കാൻ ഒരു VPN ഉപയോഗിക്കാൻ പോലും അവൻ മറന്നുപോയിരുന്നു. ആ ഗെയിമർമാരിൽ അമേരിക്കയിലുള്ള ഒരു ഓൺലൈൻ ഗെയിമർ അവൻ്റെ IP അഡ്രസ് കണ്ടുപിടിച്ചു. അത് കാനഡയിലെ ടൊറൻഡോ നഗരത്തിൽ നിന്നാണെന്ന് അവർക്ക് മനസ്സിലാക്കി. അമേരിക്കയിലെ മിനസോട്ടയിലുള്ള ആ ഗെയിമർ ഉടനെ തന്നെ അവിടുത്തെ പോലീസിനെ വിവരമറിയിക്കുകയും അവർ അത് ടൊറൻഡോ പോലീസിന് കൈമാറുകയും ചെയ്തു. ആദ്യത്തെ കൊലപാതകം നടന്ന് കൃത്യം 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ആ വീട്ടിൻ്റെ മുന്നിലെത്തി. പുറത്ത് പോലീസ് വണ്ടി കണ്ട മെൻഹാസ് പോലീസ് വന്നു, ഗുഡ് ബൈ എന്ന് ഡിസ്കോർഡിൽ അവസാന മെസ്സേജ് അയച്ചു. എന്നിട്ടവൻ നേരെ പോലീസിന് വീടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. വീട്ടിനുള്ളിൽ കടന്ന പോലീസ് കണ്ടത് ചോരയിൽ കുളിച്ച 4 മൃതദേഹങ്ങളാണ്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ യാതൊരു കുറ്റബോധവും അവനുണ്ടായിരുന്നില്ല. കോടതിയിൽ ഈ കേസ് തെളിയിക്കാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഡിസ്കോർഡിലെ ആ കമ്മ്യൂണിറ്റി അവൻ അയച്ച ഓരോ മെസ്സേജും ചിത്രങ്ങളും കൃത്യമായി സേവ് ചെയ്ത് പോലീസിന് കൈമാറിയിരുന്നു. 2020 നവംബറിൽ കോടതി മെൻഹാസിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ആദ്യത്തെ 40 വർഷത്തേക്ക് അവന് പരോൾ പോലും ലഭിക്കില്ല. അതായത് വെറും 24 വയസ്സുള്ള മെൻഹാസ് ഇനി പുറത്തിറങ്ങണമെങ്കിൽ അവന് 64 വയസ്സാകണം. 59 വയസ്സുള്ള അച്ഛൻ മൊണോറോസ്, 50 വയസ്സുള്ള അമ്മ മുംതാസ്, 70 വയസ്സുള്ള മുത്തശ്ശി ഫിറോസ ബീഗം, 21 വയസ്സുള്ള സഹോദരി മെലീസ. തനിക്ക് വേണ്ടി ജീവിച്ച ആ കുടുംബത്തോട് അവൻ ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ കേസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കേസിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവന് ലഭിച്ച ശിക്ഷ മതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷകളാണോ അവനെ ഇതിലേക്ക് നയിച്ചത്? അതോ മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിച്ചതിൻ്റെ തരുണിത ഫലമാണോ ഇത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ചാനലിന് അത് വലിയൊരു സപ്പോർട്ടുമാകും. വരും ദിവസങ്ങളിൽ വളരെ വ്യത്യസ്തവും അസാധാരണവും അധികമാരും കേട്ടിട്ടില്ലാത്തതുമായ വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലം വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.